ഉത്തരാഖണ്ഡിലേക്ക് വിനോദയാത്ര പോയ മലയാളികൾ സുരക്ഷിതരെന്ന് വിവരം. ഇവർ സഞ്ചരിച്ച വാഹനത്തിന്റെ ഡ്രൈവറുമായി ഉത്തരാഖണ്ഡിലെ മലയാളി സമാജം പ്രസിഡന്റ് ഫോണിൽ സംസാരിച്ചു. ഗംഗോത്രിക്ക് സമീപമാണ് ഇവർ കുടുങ്ങിക്കിടക്കുന്നതെന്നും ഡിഫൻസ് സംഘം ഇവരുടെ വാഹനം ലൊക്കേറ്റ് ചെയ്തുവെന്നും കുടുംബത്തിന് വിവരം ലഭിച്ചു. മുംബൈയിൽ സ്ഥിരതാമസമാക്കിയ 20 പേരും കേരളത്തിൽ നിന്നുള്ള 8 പേരും ഉൾപ്പെടെ 28 മലയാളികളടങ്ങുന്ന സംഘമാണ് ഉത്തരാഖണ്ഡിലേക്ക് വിനോദയാത്ര പോയത്. കേരളത്തിൽ നിന്നുള്ളവർ കഴിഞ്ഞ 2-ന് ദില്ലിയിലെത്തുകയും അവിടെ നിന്ന് ഡെറാഡൂണിലേക്കും പിന്നീട് ഹരിദ്വാറിലേക്കും പോവുകയായിരുന്നു. ചൊവ്വാഴ്ച രാവിലെ 8:30-ക്കാണ് ഇവർ കുടുംബാംഗങ്ങളുമായി അവസാനം ബന്ധപ്പെടുന്നത്. ഹരിദ്വാറിൽ നിന്നും ഗംഗോത്രിയിലേക്ക് പുറപ്പെടുകയാണെന്ന് പറഞ്ഞ് ഫോൺ വെച്ചതിന് ശേഷം പിന്നീട് ഇവരെ ബന്ധപ്പെടാൻ കഴിഞ്ഞില്ലെന്ന് സംഘത്തിലുള്ള നാരായണൻ നായർ, ശ്രീദേവ് പിള്ള എന്നിവരുടെ ബന്ധു അമ്പിളി പറഞ്ഞു. അവർ 8:30-ക്ക് ഇവിടേക്ക് പുറപ്പെടുകയാണെന്നാണ് പറഞ്ഞത്. ഈ ഉത്തരകാശിയിൽ നിന്ന് ഗംഗോത്രിയിലേക്ക് പുറപ്പെടുകയാണെന്നാണ് പറഞ്ഞത്. പക്ഷേ ഉത്തരകാശിയിൽ നിന്ന് ഗംഗോത്രിക്ക് പോണ വഴിയാണ്. അതിന് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഈ ലാൻഡ് സ്ലൈഡും സംഭവങ്ങളും ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ പോയ ശേഷം പിന്നെ അവരെ കോൺടാക്റ്റ് ചെയ്യാനേ പറ്റിയിട്ടില്ല. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ഹെഡുമായിട്ട് അവിടെ കോൺടാക്റ്റ് ചെയ്യുന്ന ആളുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അവർ പക്ഷെങ്കിൽ ഈ പറഞ്ഞ പോലെ അവർക്ക് റീച്ച് ചെയ്യാൻ പറ്റുന്നില്ല. റീച്ച് ചെയ്യാൻ പറ്റാത്ത എന്നാന്ന് വെച്ചാൽ അവിടെ ഫുൾ കണക്ടിവിറ്റി പോയിരിക്കുകയാണല്ലോ. എന്നാൽ 28 പേരും സുരക്ഷിതരാണെന്ന് പിന്നീട് അവർക്ക് വിവരം ലഭിച്ചു. ഇവർ സഞ്ചരിച്ച വാഹനത്തിന്റെ ഡ്രൈവറുമായി ഉത്തരാഖണ്ഡിലെ മലയാളി സമാജം പ്രസിഡന്റ് ഫോണിൽ സംസാരിച്ചു. ഗംഗോത്രിക്ക് സമീപമാണ് ഇവർ കുടുങ്ങിക്കിടക്കുന്നതെന്നും ഡിഫൻസ് സംഘം ഇവരുടെ വാഹനം ലൊക്കേറ്റ് ചെയ്തതായും കുടുംബാംഗങ്ങൾക്ക് വിവരം ലഭിച്ചു. വിനിമയ സംവിധാനങ്ങൾ തകരാറിലായതിനാലാണ് ഇവരെ ബന്ധപ്പെടാൻ കഴിയാത്തതെന്ന് ടൂർ ഓപ്പറേറ്റർമാർ കുടുംബാംഗങ്ങളെ അറിയിച്ചിരുന്നു. കൈരളി ന്യൂസ്, കൊച്ചി.